എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കുടുംബശ്രീ ചാനൽ സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ മഹാ എപ്പിസോഡായിരുന്നു. നമ്മുടെ ശാലിനിയും വിഷ്ണുവും തമ്മിലുള്ള കുറേ നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ശാലിനിയെ കോളനിയിലേക്ക് അവിടുത്തെ കുട്ടികൾക്ക് നല്ല SLC പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളെ ആദരിക്കാനുള്ള ചടങ്ങിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ പോകാൻ സമ്മതിക്കുന്നു. പിന്നീട് രോഹിത്തും ശ്യാമയും കൂടെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വന്നിട്ട് പപ്പിമോളെ കൊണ്ടുപോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ സത്യഭാമയെ കണ്ടിട്ട് തിരിച്ചു വരാമെന്ന്. അങ്ങനെ വിഷ്ണുവും നമ്മുടെ ശ്യാമയും കൂടെ സത്യഭാമേനെ കാണാൻ ചെല്ലുന്നു. പക്ഷേ സത്യഭാമ ശാപവാക്കൾ കൊണ്ട് നമ്മുടെ രോഹിത്തിനെ എതിർക്കുകയാണ്. പക്ഷെ രോഹിത്ത് നന്നായി എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല ഒരിക്കലും. അപ്പോൾ രോഹിത്തിനെ ഒരുപാട് വഴക്ക് പറയുന്നു. അങ്ങനെ അവിടുന്ന് ആട്ടി ഇറക്കി വിടുകയാണ്. രോഹിത്തും ശ്യാമയും അവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. അവർ എല്ലാം എന്താ പറയുക കേട്ടുകൊണ്ട് രോഹിത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ നൂറാണെങ്കിൽ നൂറിന് എൻട്രൻസ് ഒക്കെ കിട്ടി. അങ്ങനെ ഇതിന് പോകണമെന്ന് ഓർത്തിരിക്കുന്ന സമയമാണ്. അങ്ങനെ രാഘവൻ നായർ നമ്മുടെ സുബൈറയ്ക്ക് കാണാൻ വേണ്ടി എത്തും. അങ്ങനെ സുബൈറയ്ക്ക് ആശ്വസിപ്പിക്കുകയാണ്. തളരരുത്, രോഗമാണെന്ന് വിശ്വസിക്കരുത്, ഉയർത്തെഴുന്നേറ്റ് വരണം എന്നിങ്ങനെ. രാഘവൻ നായർക്ക് അസുഖമുണ്ടെങ്കിലും രാഘവൻ നായർ നമ്മുടെ സുബൈറയ്ക്കനെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുബൈറയ്ക്ക് മുഖത്തൊക്കെ നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെ വരുന്നുണ്ട്. അപ്പം നൂറ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ സത്യഭാമ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഈ നൂറിൻ്റെ വീടിൻ്റെ അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സത്യഭാമ നോക്കുമ്പോൾ സത്യഭാമയുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം തട്ടിക്കൊണ്ട് പോയവരാണ് ആ പോകുന്നതെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ സത്യഭാമ അവിടുന്ന് വിളിച്ചു പറയും, ദേ അവരാണ് എൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം തട്ടിക്കൊണ്ട് പോയിരുന്നത്. അപ്പം നമ്മുടെ ഈ നസീറിൻ്റെ ഉമ്മയും പുറത്തേക്ക് വരുന്നു. അപ്പോൾ അവരും അത് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ 10 ലക്ഷം തട്ടിയത് നസീർ തന്നെയാണെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ നൂറിൻ്റെ അടുത്തും എല്ലാവരും അറിയുകയാണ് ഇങ്ങനെ 10 ലക്ഷം കൊണ്ടുപോയത് അവർ തന്നെയാണെന്ന്. അങ്ങനെ ഗുണ്ടകൾ ഇവരെ കണ്ടപ്പോഴത്തേനും പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോവുകയാണ്. പിന്നെ നമ്മുടെ ശാലിനി കോളനിയിലേക്ക് കുടുംബസമേതം ചെല്ലുകയാണ്, കുട്ടികളും വിഷ്ണു എല്ലാം ആയിട്ട്. അങ്ങനെ അവർ പൂക്കളൊക്കെ കൊടുത്ത് ശാലിനിയെ സ്വീകരിക്കുന്നു. അങ്ങനെ നല്ലൊരു സ്പീച്ചൊക്കെ അവിടെ നടത്തുന്നുണ്ട്. എല്ലാവർക്കും സമ്മാനങ്ങളും എല്ലാം നൽകുന്നു. ആ സമയത്ത് കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഗുണ്ടകൾ രണ്ടുപേര് ഈ സുസ്മിതയുടെ ആൾക്കാർ വന്ന് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുവന്ന് വേറൊന്നിനുമല്ല, ഈ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് പപ്പിമോളെ തട്ടിക്കൊണ്ടുപോകാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർ രണ്ടുപേരെയും വാ മൂടി പൊത്തിക്കെട്ടി വണ്ടിയിലിട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഉപേന്ദ്രന് ഈ നമ്മുടെ രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രമാണം അല്ലെങ്കിൽ ആ വീട് നമ്മുടെ രോഹിത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും എഴുതി മേടിക്കണം. അതിന് കരുക്കളാക്കി വെച്ചിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ വെച്ചാണ് അവർ വിലപേശാൻ പോകുന്നത്. അപ്പം ഈ വീട് നമ്മുടെ രോഹിത്ത് എഴുതി കൊടുക്കുമോ, അതിനു മുമ്പ് രോഹിത്ത് അത് രാഘവൻ നായരുടെ പേരിലേക്ക് തന്നെ തിരിച്ചെഴുതുമോ എന്നൊക്കെ ഉള്ളത് വരും എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.